നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 103 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ പല കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പതിയെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. മോദിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ ഇത്രയേറെ വ്യാകുലപ്പെടുന്നതിന്റെ കാരണവും മോദിയുടെ നിശ്ചയദാർഢ്യത്തിൽ അധിഷ്ഠിതമായ ചില പ്രഖ്യാപനങ്ങളാണ്. അതിലൊന്ന് ഇന്ത്യയുടെ സുദർശന ചക്രത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അതെന്താണ് ഈ സുദർശന ചക്ര? എന്താണ് പ്രോജക്ട് കുശ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് ശത്രു രാജ്യത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ നമ്മുടെ രാജ്യത്ത് വീഴാതെ തടയേണ്ട ബാധ്യത ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഈ അയൺ ഡോം ഉള്ളതുകൊണ്ടാണ് ഹമാസ് ഒക്ടോബർ 7-ാം തീയതി നേരിട്ട് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ അയൺ ഡോമിനെ വിശ്വസിച്ച് ആശ്രയിച്ച് എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാം എന്ന് കരുതി അലസതയിലിരിക്കുമ്പോഴാണ് അവർ അതിർത്തി തകർത്ത് മുന്നേറിയത്. ഇറാൻ ഇസ്രായേലിന് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും നാശം പരിമിതമായത്, മരണസംഖ്യ കുറഞ്ഞുപോയത് അയൺ ഡോമിന്റെ പ്രവർത്തനം മൂലമാണ്. എന്ന് വെച്ചാൽ ഈ അയൺ ഡോമിനെ എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ കഴിയത്തുമില്ല. കാരണം ഒരു മിസൈലിനെയോ ഡ്രോണിനെയോ തകർക്കാൻ വേണ്ടി അയൺ ഡോം പ്രവർത്തിക്കണമെങ്കിൽ കോടികൾ ചെലവുണ്ട്. ആയിരക്കണക്കിന് മിസൈലുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് സെൻസർ ചെയ്ത് ചിലതിനൊക്കെ വെറുതെ വിടും. അതുകൊണ്ട് തന്നെ പരിപൂർണമായി സംരക്ഷിക്കുക സാധ്യമല്ലെങ്കിലും ഒരു രാജ്യത്തെ നാശത്തു നിന്ന് സംരക്ഷിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. ഇന്ത്യ അതിനുവേണ്ടി ആശ്രയിക്കുന്നത് റഷ്യയുടെ S-400നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വ്യാപിച്ചപ്പോൾ പാകിസ്ഥാൻ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും ഇന്ത്യക്ക് സംരക്ഷണം ഒരുക്കിയത് S-400 ആയിരുന്നു. എന്നാൽ പാകിസ്ഥാനിലേക്ക് നമുക്ക് കടന്നു കയറി ആക്രമിക്കാൻ കഴിഞ്ഞത് പാക് വ്യോമതാവളങ്ങളിലും സൈനിക താവളങ്ങളിലും ഇന്ത്യൻ മിസൈൽ വീണത്, പാക് ആണവ കേന്ദ്രങ്ങളുടെ പടിവാതിൽക്കൽ പോയി നമ്മൾ ആളില്ല വിമാനം അയച്ച് ആക്രമണം പൂർത്തിയാക്കിയത് ഒക്കെ പാകിസ്ഥാന് ഫലപ്രദമായ വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. പാകിസ്ഥാൻ ചൈനയെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ എക്കാലത്തും വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് കഴിയുക പ്രയാസമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, വ്യോമ പ്രതിരോധ സംവിധാനത്തിലും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ പദ്ധതിയാണ് പ്രോജക്ട് കുശ. റഷ്യയുടെ S-400നെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതേ നിർമ്മാണ രീതിയിലാണ് 150, 250, 350 കിലോമീറ്റർ വ്യോമ പ്രതിരോധ ദൂരത്തിൽ ഇന്ത്യ പ്രോജക്ട് കുശയിൽ വർക്ക് ചെയ്യുന്നത്. DRDOയിൽ നടക്കുന്ന നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായെന്നും 1-2 വർഷത്തിനകം ഭാരതം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന S-400ന് തുല്യമായ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തനക്ഷമമാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഒരു പാഠം പഠിച്ചു. പാകിസ്ഥാൻ അയച്ച എല്ലാ മിസൈലുകളും ഡ്രോണുകളും തടയാൻ കഴിഞ്ഞെങ്കിലും ഫത്ത 2-3 ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്ക് നാശമുണ്ടാക്കി. ആ പശ്ചാത്തലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ സുദർശന ചക്ര മിഷൻ പ്രഖ്യാപിക്കുന്നത്. സുദർശന ചക്ര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പോലെ തന്നെ ഇന്ത്യൻ ആകാശത്തെ കടലിൽ നിന്നും ആകാശത്തു നിന്നുമുള്ള ആക്രമണം തടയാനുള്ള പഴുതടച്ചുള്ള പ്രതിരോധ സംവിധാനമാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ സൈബർ അറ്റാക്കിനെ പോലും തടയുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശന ചക്ര മിഷനിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാഭാരതത്തിലെ സുദർശന ചക്രം തന്നെയാണ് ഈ പേരിന്റെ പ്രചോദനവും. മഹാഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതിരോധത്തിന്റെയും നീതിബോധത്തിന്റെയും ചരിത്ര പശ്ചാത്തലമാണ്. മഹാഭാരതത്തിലെ ദുഷ്ട കഥാപാത്രങ്ങൾക്ക് പോലും നന്മയുടെ സന്ദേശം ലോകത്തോട് പറയാനുണ്ടാവും. മഹാഭാരതത്തിൽ ഒരു കഥാപാത്രം പോലും അനാവശ്യമായില്ല. ഓരോ കഥാപാത്രത്തിനും മനുഷ്യ ജീവിതത്തിൽ ഒരു ധർമ്മമുണ്ട് എന്ന് ഈ ഇതിഹാസ കാവ്യത്തെ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. തിന്മയുടെ പ്രതിനിധികളായി ചിത്രീകരിക്കപ്പെടുന്ന എന്നാൽ നന്മയുടെ ഒരുപാട് തിരുവട്ടങ്ങളുടെ പാഠമായി മാറിയിട്ടുള്ള കൗരവ സഹോദരന്മാർ, അവരുടെ സഹോദരിയാണ് ദുശ്ശള. ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥനെ വില്ലാളി വീരനായ അർജുനൻ വധിക്കാൻ ശ്രമിച്ചത് 13 തവണയാണ്. ഈ 13 തവണയും പരാജയപ്പെടാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ജയദ്രഥൻ
ആരുടെയും കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും പോയി പകൽ സമയം ഒളിച്ചിരിക്കും. രാത്രിയാകുമ്പോൾ മാത്രമാണ് ജയദ്രഥൻ പുറത്തേക്ക് വരിക. അത് യുദ്ധനീതിക്ക് നിരക്കാത്തതുമാണ്. അങ്ങനെ 13 പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതോടെ ശ്രീകൃഷ്ണൻ അർജുനനെ സഹായിക്കാൻ എത്തുന്നു. കൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറയ്ക്കുകയാണ്. ഇരുട്ടായി എന്ന് തെറ്റിദ്ധരിച്ച് ജയദ്രഥൻ പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ സുദർശന ചക്രം പിൻവലിക്കുന്നു. പകലാവുന്നു. അർജുനൻ ജയദ്രഥനെ വധിക്കുന്നു. ഇതാണ് സുദർശന ചക്രത്തിന്റെ സംരക്ഷണം. ശത്രുക്കളിൽ നിന്നും ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കാനാണ് സുദർശന ചക്ര മിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാൾക്കും ഇന്ത്യയെ തൊടാൻ കഴിയില്ല, അത്രമാത്രം ശക്തമാണ് ഇന്ത്യ എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് സുദർശന ചക്ര പ്രഖ്യാപനത്തിലൂടെ വരുന്നത്. അതിർത്തിയിൽ മാത്രമല്ല, ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളും സ്മാരകങ്ങളും ഒക്കെ സുദർശന ചക്ര വഴി സംരക്ഷിക്കപ്പെടും. സുദർശന ചക്രയ്ക്ക് ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ അതേ മാതൃകയിൽ അതിനേക്കാൾ സാങ്കേതിക വിദ്യ സഹായത്തോടെയായിരിക്കും സുദർശന ചക്ര നിർമ്മിക്കപ്പെടുക. പ്രതിരോധിക്കുക മാത്രമല്ല, ആക്രമിക്കുകയും ചെയ്യുക. ഡിഫൻസ് ആൻഡ് അറ്റാക്ക് എന്ന രീതിയായിരിക്കും സുദർശന ചക്രയുടേത്. വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ലോകത്തെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ തന്നെ ഇതിൽ പ്രയോഗിക്കും എന്നാണ് സൂചന. ഇന്ത്യൻ സൈന്യവും DRDAയും അടക്കം ശാസ്ത്ര സമൂഹം ഒരുമിച്ച് ഇസ്രായേൽ അടക്കമുള്ള ചില വിദേശ ശക്തികളുടെ പിന്തുണയോടെയാണ് സുദർശന ചക്രയ്ക്ക് ഇന്ത്യ രൂപം കൊടുക്കുന്നത്. അതിനുള്ള ഗവേഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മിസൈലുകളെയും ഡ്രോണുകളെയും സ്റ്റെൽത്ത് ബോംബുകളെയും ഒക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ശാസ്ത്രീയ സംവിധാനമായിരിക്കും സുദർശൻ ചക്രയിൽ ഉണ്ടാവുക. അതിനുവേണ്ടി എത്ര കോടി രൂപ മാറ്റിവെക്കേണ്ടി വന്നാലും ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമെന്നും ഇന്ത്യ ലോകത്തിന് മുൻപിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ട് മാത്രമേ അവസാനിപ്പിക്കൂ എന്നുമുള്ള പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത്.